Good morning, dear traders. Welcome back to another video of pre-market analysis by Currency Pips. First of all, നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ റിവ്യൂ നോക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തേലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ ആണ് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത്. നമ്മൾ യൂറോസ്ഡിയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഷോർട്ട്സ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഓവറോൾ പറയുമ്പോൾ യൂറോസ്ഡി ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി, അതായത് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ ഒരു ബെയറിഷ് ആക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ യൂറോസ്ഡിയിൽ ഷോർട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച മുതലേ നമ്മൾ ഷോർട്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ പറഞ്ഞതും ഷോർട്ട്സ് തന്നെയായിരുന്നു. നമ്മൾ നോക്കിയത് വ്യൂ വെച്ചെന്നുണ്ടെങ്കിൽ ഈ ഒരു പി ഡി മെട്രിക്സ് അറയുടെ ഈ ഒരു പ്രീമിയം അറയിലായിരുന്നു നമ്മൾ ഷോർട്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്. നമ്മൾ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഈ ഒരു ബെയറിഷ് IFEG മാർക്കറ്റ് ഫില്ല് ചെയ്യുന്നതായിരുന്നു നമ്മൾ പറഞ്ഞത്. ബട്ട് അങ്ങോട്ടേക്ക് എക്സാക്ട്ലി വന്നിട്ടില്ല. ഏകദേശം ഈ ഒരു റേഞ്ച് വരെ വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയേക്കണത് കുറച്ച്. ഇപ്പോൾ ഞാൻ അതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 hour ടൈം ഫ്രെയിമിലുള്ള ബെയറിഷ് FEG ആയിരുന്നു. ഓക്കെ, ഇപ്പോഴും എൻ്റെ വ്യൂ സെയിം തന്നെയാണ്. ഐ ആം സ്റ്റിൽ ബെയറിഷ് ഓൺ യൂറോSD. എന്നാലും ഞാൻ എങ്ങനെയാണ് ട്രേഡുകൾ ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ കറൻ്റ് ഈ ഒരു കഴിഞ്ഞ വീക്കിലി ക്ലോസിങ്ങിൻ്റെയും ഓപ്പണിങ്ങിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു ബൈസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ ബേസിസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയും നല്ല സ്ട്രോങ് ബൈ ആക്ഷൻ വിത്ത് ഇൻഎഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ബൈസ് നോക്കുന്നതായിരിക്കും. കാരണം ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഇൻട്രാഡേ ബേസിസ് സംസാരിക്കുമ്പോൾ. അങ്ങനെ ബൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ബൈസ് എടുക്കുന്നതായിരിക്കും. ഒരു 5 or 15 മിനിറ്റിൽ നല്ലൊരു ഇനഫിഷ്യൻസി സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈസ് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അത് ഏകദേശം ഈ ഒരു പ്രീമിയം അറേ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ IFEG ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും അടുത്തതായിട്ട് സെൽ ആക്ഷൻ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കറൻലി ഉള്ള. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 4 hour FEG മിറ്റിഗേറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇത് താഴത്തേക്ക് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ഓപ്പണിംഗ് ഏരിയ ഉണ്ടല്ലോ, കഴിഞ്ഞ വീക്കിൻ്റെ ക്ലോസിങ്ങും ഈ വീക്കിൻ്റെ ഓപ്പണിംഗ് തമ്മിലുള്ള ഈ ഒരു ഏരിയ, അത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട്സ് ആയിരിക്കും യൂറോസ്ഡിയിൽ പ്രിഫർ ചെയ്യുക. ഈ സെൽ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഷോർട്ട്സ് ആയിരിക്കും. ഇതിപ്പോൾ താഴത്തേക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യാം. ഓക്കെ, ഇതാണ് യൂറോസ്ഡിയിൽ ഞാൻ ഇന്നത്തേക്ക് വേണ്ടി ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്ന രീതി. സോ അൾട്ടിമേറ്റ്ലി ഞാൻ യൂറോസ്ഡിയിൽ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബുള്ളിഷ് FEG നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ കറൻലി നിൽക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് FEGയിലേക്കുള്ള ഒരു ബെയറിഷ് ജേണി നമുക്ക് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡുകളായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഡോളർ നോക്കാം. ഡോളർ നമ്മൾ കഴിഞ്ഞ ആഴ്ച ബുള്ളിഷ് ആയിരുന്നു. കാരണം നമ്മൾ ഓവറോൾ ബുള്ളിഷ് അല്ല, ബെയറിഷ് ആയിരുന്നു സ്റ്റിൽ. കഴിഞ്ഞ ആഴ്ച ബുള്ളിഷ് ആയതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞന്ന് മുതൽ ഈ ഒരു ഇനഫിഷ്യൻസി, ഈ ഒരു ബെയറിഷ് FEG നമുക്കിവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മിറ്റിഗേഷൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണമായിരുന്നു. അത് ഫൈനലി ഇന്ന് അതിൻ്റെ മിറ്റിഗേഷൻ നടന്നിട്ടുണ്ട്. മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കയറി. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇത് ബെയറിഷ് ആയിട്ടുണ്ട്. US ഡോളർ ബെയറിഷായി പിന്നെ വരുന്നുണ്ട്. നമ്മളിനി ഒരു 5 or 30 മിനിറ്റിൽ നല്ലൊരു ബെയറിഷ് ഇനഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം സെല്ലേഴ്സ് അവിടെ വീണ്ടും സ്റ്റെപ്പിനായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഡോളർ ഡൗൺ ആവുന്നതായിരിക്കും. ഇനി ഇൻ കേസ് എന്താ പറയുക, ഇത് ഒരു സെൽ ലിക്വിഡിറ്റി ആണ് ഇവിടെ. ഈ സെൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഇവിടെ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ഷിഫ്റ്റ്, ബുള്ളി സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡോളർ ഇവിടുന്ന് അപ്പാകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് വ്യൂസും വെക്കുക. എവിടെയാണോ കൂടുതൽ ഇനഫിഷ്യൻസി കാണുക അതിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ സെല്ലേഴ്സിനാണ് ഇവിടെ കൂടുതൽ ഇനഫിഷ്യൻസി എന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിനായിരിക്കും ഞാൻ പേഴ്സണലി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, എൻ്റെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാറ്. ബയേഴ്സിനാണ് ഇനഫിഷ്യൻസി കൂടുതലെന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഇവിടെ സെല്ലേഴ്സിനെ തോപ്പിച്ചുകൊണ്ട് മുന്നേറാൻ പോകുന്നത്. അവരായിരിക്കും മാർക്കറ്റിൽ ഡോളറിന് പുഷ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ ഇനഫിഷ്യൻസി ചെയ്ത് വരുന്ന മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ആൻഡ് ഫൈനലി അവർ ഫേവറേറ്റ് പെയർ ഗോൾഡിലെ കറൻലി സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗോൾഡിൽ ഇപ്പോൾ ഏകദേശം ഒരു ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്നതാണ്. നമ്മൾ ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ ഒരു ഇനഫിഷ്യൻസി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ബെയറിഷ് ഇനഫിഷ്യൻസി കിട്ടിയ മുതൽ നമ്മൾ എന്താണ് ഇവിടെ ഗോൾഡിൽ ബെയറിഷാണ് നമ്മുടെ വ്യൂ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഗോൾഡിൽ നമ്മൾ പേഴ്സണലി ബെയറിഷ് ആയിരുന്നു. ഇനി ഞാൻ എന്താണ് എൻ്റെ ട്രേഡ് പ്ലാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതായിരിക്കും എൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്ലോട്ട് ചെയ്ത ആ പി ഡി മെട്രിക്സ് അറേ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല.
നിങ്ങൾ കഴിഞ്ഞ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടിട്ട് മനസ്സിലാവും. ഞാൻ ഈ പി ഡി മെട്രിക്സ് അറിയാൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഗോൾഡിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ വ്യൂ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഗോൾഡിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത് 1 മിനിറ്റ്. ഗോൾഡിൽ ഞാൻ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഒരു പി ഡി മെട്രിക്സ് അറേ ഉണ്ടല്ലോ, ഈ പി ഡി മെട്രിക്സ് അറേയുടെ ഉള്ളിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി നോക്കുന്ന ഒരു ഏരിയ ഈ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എത്തിക്കഴിഞ്ഞാൽ ഷോർട്ട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ പലർക്കും പറഞ്ഞ ഡൗട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് എന്നാൽ ബൈസ് നോക്കിക്കൂടെയെന്ന്. ബട്ട് ബൈസ് നോക്കാൻ മാത്രം കൺഫർമേഷൻസ് നമുക്ക് ഇവിടെ ഇല്ല, കാരണം സെല്ലേഴ്സാണ് ഇവിടെ ആക്റ്റീവ് ആക്കണം. അപ്പം വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇപ്പോൾ ഓൾറെഡി ഒരു സെൽ ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം മാർക്കറ്റ്. ബട്ട് അതൊക്കെ നമ്മുടെ പ്ലാൻ അഗെയിൻസ്റ്റ് ആയി പോകും. അപ്പോൾ ഇനി സെൽസ് ഞാനല്ലാത്ത രീതിയിൽ ഞാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ആ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ബേസിസിൽ നമുക്ക് ഈ സെൽസ് ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെൽസ് നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിന്ന് കേട്ടോ. ഇവിടെ നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാത്ത പക്ഷം ഇങ്ങോട്ടുള്ള ബൈ ആക്ഷൻ ഞാൻ ട്രേഡ് ചെയ്യില്ല. ഞാൻ അതിൻ്റെ സെൽ ആക്ഷൻ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അത് ഇവിടെ വന്നിട്ട് ഇവിടെ സെല്ലേഴ്സ് കയറി ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷോർട്ട് സെല്ല് ഞാൻ പേഴ്സണലി ഗോൾഡിൽ ഞാൻ നോക്കുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഇന്ന് 22nd ഓഫ് ജൂലൈ ആണ്. ഇന്ന് കാര്യമായിട്ട് മൺഡേ ആണ്. കാര്യമായിട്ട് ഇന്ന് ന്യൂസ് ഒന്നുമില്ല. ഡോളറിലും ഇല്ല, USDയിലും ഇല്ല, GBP ഒന്നിലും ഇല്ല. ഡോളറിലും ഇല്ല, നമ്മുടെ യൂറോയിലും ഒന്നും തന്നെ ന്യൂസ് ഇല്ല. ഇന്ന് മാത്രമല്ല നാളെയും ഇല്ല. ഓറഞ്ച് ബോക്സ് ഫോൾഡർ മാത്രമേ ഉള്ളൂ, ഓറഞ്ച് ഫോൾഡർ ന്യൂസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പേടിക്കാനോ വറീഡായിട്ട് മാത്രമല്ല ഇന്ന് നാളെ. സത്യം പറഞ്ഞാൽ ഇന്ന് നാളെ ക്ലീൻ ഡേ ആണ്. ട്രേഡ് ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇന്ന് ലണ്ടനിൽ ഞാൻ അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇന്ന് ന്യൂയോർക്ക്, നാളത്തെ ലണ്ടനിൽ ന്യൂയോർക്ക് ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നാളത്തെ കാര്യം നമുക്ക് നാളെ പറയാം. നാളത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ കാര്യം പറയാം. ഇന്ന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ന് മൺഡേ ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഞാൻ ഇന്നത്തെ ന്യൂയോർക്കിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് നാളെ വീണ്ടും അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നമുക്ക് കാണാം. So signing off, Fauz from Currency Pips.